ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ഗൈസ്. അപ്പോൾ നമ്മൾ വീണ്ടും ഒരു പാക്ക് ഓപ്പണിംഗ് ആയിട്ടാണ് ഗൈസ് വന്നേക്കണത്. അപ്പോൾ നമ്മുടെ മാൽഡീനിയുടെ പാക്ക് ഇറക്കാൻ വേണ്ടിയാണ് നമ്മൾ വന്നേക്കണത്. അപ്പോൾ നമ്മളിൽ 1100 കോയിൻ ഉണ്ട് ഗൈസ്. അപ്പോൾ കിട്ടുമല്ലോ എന്നറിയില്ല, അപ്പോൾ എന്താവുമെന്ന് നമുക്കറിയില്ല ഗൈസ്. അപ്പോൾ എന്തായാലും നമുക്ക് പാക്ക് ഓപ്പണിങ്ങിലേക്ക് പോകാം ഗൈസ്. സബ്സ്ക്രൈബ് ചെയ്ത വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. ഓക്കെ, ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഗൈസ്. ഓക്കെ, നമുക്കെന്തായാലും പാക്ക് ഓപ്പണിങ്ങിലേക്ക് പോകാം. കിട്ടുമല്ലോ എന്നൊന്നും അറിയില്ല ഗൈസ്. 1100 കോയിനേ ഉള്ളൂ എൻ്റെ കയ്യിൽ. കിട്ടിക്കഴിഞ്ഞാൽ അതൊരു എന്താ പറയുക, ഭാഗ്യം എന്ന് തന്നെ പറയാം. നമുക്കെന്തായാലും ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് എന്തായാലും പാക്ക് ഓപ്പണിങ് ചെയ്യാം. എനിക്കിതിനകത്ത് ടാർഗറ്റ് എന്ന് പറയാനായിട്ട് മാൽഡീനി, പിന്നെ അതുപോലെ തന്നെ പീറ്റർ ചെക്കാണ് ടാർഗറ്റ്. രണ്ടുപേരാണ് ടാർഗറ്റ് ഗൈസ്. മത്യൂസിനെ കിട്ടിയാലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, എന്തായാലും നമുക്ക് കറക്കി നോക്കാം. ഓക്കെ, നമുക്ക് ഇവരെയൊക്കെ ചുമ്മാ ബേസ് കാർഡിനൊക്കെ ചുമ്മാ ടാപ്പ് ചെയ്ത് കറക്കി നോക്കാം ഗൈസ്. അപ്പോൾ കിട്ടുമല്ലോ എന്നറിയില്ല. അപ്പോൾ ഞാനെന്തായാലും 2025 ഈ ഫുട്ബോളിന് വേണ്ടി ഞാൻ കോയിൻ സേവ് ചെയ്ത് വെച്ചതാണ്. പക്ഷേ കിടിലൊരു പാക്ക് തന്നെയാണ് വന്നേക്കണത്. അതുകൊണ്ടാണ് ഇതിനകത്ത് കോയിൻ സ്പിൻ എടുക്കാമെന്ന് വിചാരിച്ച ഗൈസ്. അപ്പോൾ നിങ്ങൾ ഈ പാക്ക് കറക്കിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക ഗൈസ്. നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യും. എന്തായാലും നമുക്ക് എന്തായാലും പാക്ക് ഓപ്പണിങ്ങിലേക്ക് കടക്കാം ഗൈസ്. നമ്മൾ എന്തായാലും ഇത്രയും കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ കോയിനാണ്. അതെന്തായാലും നമ്മൾ വെറുതെ കളയുന്നില്ല ഗൈസ്. നമുക്ക് എന്തായാലും കളയുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ഇതായിട്ട് കളയാം ഗൈസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ പ്ലേസിനും ടാപ്പ് ചെയ്തിട്ട് എന്തായാലും കറക്കാം. എനിക്ക് മറ്റേ ഫ്രീ സ്പിന്നിൽ തന്നെ സ്കോൾസിനെ കിട്ടിയായിരുന്നു. അപ്പോൾ ആ ഒരു വിശ്വാസത്തിലാണ് ഗൈസ് ഞാൻ ഈ പാക്ക് ഇറക്കുന്നത്. ഫസ്റ്റ് ട്രയൽ എനിക്ക് എപ്പിക്ക് അടിക്കുകയാണെങ്കിൽ പിന്നെ ഞാൻ ഇവിടെ വെച്ച് നിർത്തും. ഓക്കെ, എന്തായാലും ഫസ്റ്റ് സ്പിന്നിൽ കിട്ടാൻ ചാൻസ് ഇല്ല. അതെന്തോ 50 പ്ലേയേഴ്സ് ഉള്ളതുകൊണ്ടാണ് എനിക്ക് സ്കോൾസിന് ഫ്രീ സ്പിന്നിലൊക്കെ കിട്ടിയത്. എന്തോ തോന്നി എനിക്ക് തന്നതാണ് ഗൈസ്. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിനകത്ത് കിട്ടുമോ എന്ന് നമുക്ക് നോക്കാം ഗൈസ്. കിട്ടുമല്ലോ എന്നൊക്കെ എന്തായാലും നോക്കാം. കിട്ടാൻ ചാൻസ് കുറവാണ്. 1000 കോയിനൊക്കെ കിട്ടുമോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല ഗൈസ്. എന്തായാലും നമുക്ക് സ്പിന്നെടുത്ത് നോക്കാം. ഓക്കെ, ചെക്ക്. ഓക്കെ, മത്യൂസിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നോക്കാം ഗൈസ്. ഇത് ഒരിക്കലും ഞാൻ ട്രിക്കാന്ന് പറയില്ല. ഇതുപോലൊക്കെ ചുമ്മാ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ കിട്ടുമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതും അറിയില്ല ഗൈസ്. ഓക്കെ, നമുക്കെന്തായാലും ഫസ്റ്റ് സ്പിൻ എടുക്കാൻ സമയമായിട്ടുണ്ട്. കിട്ടിയാൽ മതിയായിരുന്നു ഗൈസ്. 1000 കോയിനുണ്ട്. ഓക്കെ, മാൽഡീനിയാണ് ഗൈസ് എൻ്റെ മെയിൻ ടാർഗറ്റ്. പിന്നെ പീറ്റർ ചെക്കും ടാർഗറ്റാണ്. രണ്ടുപേരും എങ്ങാണ് ഗൈസ്. എങ്ങ് കാർഡാണ് വന്നേക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് സ്പിന്നെടുത്ത് നോക്കാം. കിട്ടുമല്ലോ എന്നറിയില്ല. എന്തായാലും നമുക്ക് നോക്കാം ഗൈസ്. ഓക്കെ, മത്യൂസ് ഗൈസ്. എന്തായാലും നമുക്ക് സ്പിന്നെടുക്കാം. ഓക്കെ ഗൈസ്, അങ്ങനെ ഫസ്റ്റത്തെ സ്പിന്നാണ്. 100 കോയിൻ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഹെർവിഗോ ആരാണ്? എപ്പിക്കാണ്. കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഓ നോ ഗൈസ്, ബേസ് കാർഡാണ്. ഉള്ളിൽ വേറെ കളറും കാര്യങ്ങളൊന്നും ഇല്ല. പറയാൻ പറ്റില്ല ഗൈസ്. ഇനി ഉള്ളിലേക്ക് കയറി കഴിയുമ്പോൾ വലിയ മഞ്ഞ ആയാലോ. നമുക്ക് എന്തായാലും നോക്കാം. ഇല്ല ഗൈസ്, ഇല്ല, ബേസ് കാർഡാണ്. 21 നമ്പർ. ഓക്കെ, ബേസ് കാർഡിനാണ് നമുക്ക് ഫസ്റ്റ് ടൈം തന്നെ കിട്ടിയേക്കുന്നത്. അങ്ങനെ ഒരു സ്പിൻ നമ്മളുടെ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി എന്തായാലും രണ്ടാമത്തെ സ്പിൻ എന്തായാലും എടുക്കാം. ഓക്കെ, നമുക്കെന്തായാലും ആദ്യം ചെയ്ത പോലെ തന്നെ എല്ലാവരും ടാപ്പ് ചെയ്തിട്ട് കറക്കി നോക്കാം. ഓക്കെ 150 പ്ലേയേഴ്സ് ഉണ്ട്. അതാണ് കിട്ടാനൊരു ചാൻസ് ഇല്ല. 3 എപ്പിക്കൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതിൻ്റെ കൂടെ തന്നെ കുറേ ഫ്യൂച്ചർ കാർഡിന് ഇവന്മാർ ആഡ് ചെയ്തിട്ടേക്കാണ്. ഓക്കെ, എന്തായാലും നമുക്ക് ടാപ്പൊക്കെ ചെയ്യാം. റോഡ്രിഗസ്. ഓക്കെ ഗൈസ്, അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയല്ലോ എന്നൊക്കെ ജസ്റ്റ് കമൻറ്റ് ചെയ്യും. എത്ര കോയിലാണ് കിട്ടിയെന്നൊക്കെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യും ഗൈസ്. അപ്പോൾ നമുക്ക് നോക്കാമല്ലോ ഗൈസ്. ഇവിടെ 3000 കോയിൻ കൊടുത്തിട്ട് പോലും ചിലവർക്കൊന്നും എപ്പിക്ക് അടിക്കില്ല. അപ്പോൾ പിന്നെ എൻ്റെ കാര്യം പറയണ്ടല്ലോ ഗൈസ്. 1000 കോയിനുള്ളൂ. കിട്ടിക്കഴിഞ്ഞാൽ ലക്കെന്ന് പറയാം. ഓക്കെ, മാൽഡീനിയൊക്കെ എൻ്റെ ഫേവറേറ്റ് പ്ലെയറാണ് ഗൈസ്. മാൽഡീനെ കിട്ടിക്കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. പിന്നെ അതുപോലെ തന്നെ പീറ്റർ ചെക്ക് ഒരു രക്ഷയില്ലാത്ത ഗോൾ കീപ്പറാണ്.
ഡിഫെൻസീവ് ഗോൾ കീപ്പറാണ്. കിട്ടിക്കഴിഞ്ഞ സീനായിരിക്കും. ഓക്കെ ഗൈസ്, ഞാൻ എന്തായാലും 900 കോയിന് സ്പിൻ എടുക്കണോ വേണ്ടോ എന്നാണ് ആലോചിക്കുന്നത്. 900 കോയിൻ ഒറ്റയടിക്ക് പോയി കഴിഞ്ഞാൽ ഇനി കിട്ടിയില്ലെങ്കിൽ അതുമായി ഗൈസ്. എന്തായാലും നമുക്ക് നോക്കണം. ഓക്കെ, ഇനിയിപ്പോൾ എന്തായാലും അടുത്ത തിങ്കളാഴ്ച ഏത് ബാക്ക് വന്നതെന്നൊന്നും അറിയില്ല. എന്തായാലും ഞാനെന്തായാലും ഇത് ബുധനാഴ്ചയാണ് ഈ വീഡിയോ എടുക്കുന്നത്. ഞാൻ വ്യാഴാഴ്ച ആയിരിക്കും മിക്കവാറും ഇടുക. വ്യാഴാഴ്ച എന്ന് പറയുന്നത് ഇന്നാണ്. അപ്പോൾ ഇന്ന് മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഗൈസ്. അപ്പോൾ പുതിയ പ്ലെയർ ഓഫ് ദി വീക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാനെന്തായാലും ഇത് ബുധനാഴ്ച എടുത്ത വീഡിയോയാണ്. അപ്പോൾ ഞാൻ ഇതെന്തായാലും വ്യാഴാഴ്ച ആയിരിക്കും പോസ്റ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് കിട്ടുമല്ലോ എന്ന് എന്തായാലും നോക്കാം ഗൈസ്. എനിക്ക് തോന്നുന്നു തേപ്പ് കിട്ടാനാണ് ചാൻസ് കൂടുതലെന്നാണ് എനിക്ക് തോന്നുന്നത് ഗൈസ്. ഓക്കെ, എനിക്കിങ്ങനെ എപ്പിക് എന്ന് പറയാനായിട്ട് എനിക്ക് ആകെ ഫ്രീ സ്പിന്നിൽ നിന്ന് കിട്ടിയ സ്കോൾസ് അതെന്തോ തോന്നി എനിക്ക് തന്നതാണ് അവർ. അതല്ലാതെ എനിക്ക് വേറെ ഞാൻ കോയിൻ വെച്ച് ഇറക്കിയപ്പോൾ എനിക്കൊന്നും, പിന്നെ കോയിൻ വെച്ച് ഇറക്കിയതിൽ എനിക്ക് കിട്ടിയതെന്ന് പറഞ്ഞാൽ ഷോർട്ട് ടൈമാണ്. മറ്റേ ബ്ലിസ് കേളർ ചീസേനാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ എന്തായാലും രണ്ടാമത്തെ സ്പിന്ന് നമ്മളെന്തായാലും എടുത്തിട്ടുണ്ട്. ഓ ഗൈസ്, അതും ബേസാണ്. രണ്ടാമത്തെ സ്പിന്നും എന്തായാലും ബേസാണ്. എടാ എന്താടാ ഗൈസ്. ഓക്കെ ഗൈസ്, അതും ബേസാണ്. സ്പാനിഷ് ലീഗ് ഇതാരാണ്? ബാർസയുടെ പ്ലെയറാണ്, സെൻറ്റർ ബാക്കാണ്. ഓക്കെ, ക്രിസ്റ്റിസനാണ്. ഓക്കെ, എന്തായാലും നമുക്ക് അടുത്ത സ്പിന്ന് എടുക്കാം ഗൈസ്. അപ്പോൾ 2 സ്പിന്ന് എന്തായാലും തേഞ്ഞിട്ടുണ്ട് ഗൈസ്. ഓക്കെ, ഇനിയിപ്പോൾ എന്തായാലും മൂന്നാമത്തെ സ്പിന്ന് എന്തായാലും നമുക്ക് എടുക്കാം. ഓക്കെ, 2 സ്പിന്ന് അങ്ങനെ തേഞ്ഞൊട്ടിയിട്ടുണ്ട് ഗൈസ്. കൊനാമി തരുമല്ലോ എന്ന് എനിക്കറിയില്ല. എന്തായാലും നമുക്ക് മൂന്നാമത്തെ സ്പിന്ന് എന്തായാലും എടുക്കണം. ഓക്കെ, അമ്പാടു. ഓക്കെ, എന്തായാലും നമുക്ക് മൂന്നാമത്തെ സ്പിന്ന് എടുക്കാം ഗൈസ്. ഹെർവിഗോ, സമയം കളയുന്നില്ല. എന്തായാലും മൂന്നാമത്തെ സ്പിന്ന് എന്തായാലും നമുക്ക് എടുക്കാം. അതിന് മുമ്പ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നോക്കട്ടെ ഗൈസ്. മൂന്നാമത്തെ സ്പിന്നെങ്കിലും കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞാൻ കറക്കുന്നത്. 500 കോയിൻ ബാക്കി വയ്ക്കാമെന്നാണ് ഗൈസ് എൻ്റെ ഒരു ഊഹം. കാരണം ഇത്രയും കഷ്ടപ്പെട്ടുണ്ടാക്കിയ കോയിനാണ്. എടാ അതും ബേസാടാ ഗൈസ്, അതും ബേസാണ്. മൂന്നാമത്തെ സ്പിന്നും ബേസാണ്. ഉള്ളിൽ ചെല്ലുമ്പോൾ കളർ മാറും. ഇല്ല ഗൈസ്, അതും ബേസാണ്. ഇംഗ്ലീഷ് ലീഗാണ്. ആർസെലിൻ്റെ പ്ലെയറാണ് പാർട്ടേ. ഓക്കെ, അപ്പോൾ 3 സ്പിന്ന് നമ്മൾ തേഞ്ഞിട്ടുണ്ട് ഗൈസ്. ഓക്കെ, നാലാമത്തെ സ്പിന്ന് എന്തായാലും നമുക്ക് എടുക്കാം. ഓക്കെ ഗൈസ്, നാലാമത്തെ സ്പിന്ന് എന്തായാലും എടുക്കാം. ഓക്കെ, വീണ്ടും നമുക്ക് ആ ട്രിക്ക് തന്നെ ചെയ്ത് നോക്കാം. ട്രിക്കെന്ന് പറയാൻ പറ്റില്ല ഗൈസ്, ഒരു ലക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എപ്പിക്ക് അടിക്കുകയുള്ളൂ. ട്രിക്കെന്നൊന്നും പറയാൻ പറ്റില്ല. പെസ്സിലൊക്കെ ആയിരുന്നെങ്കിൽ നമുക്ക് പറയാം. പെസ്സിലൊക്കെ ആണെങ്കിൽ നമുക്ക് വെറും 200 കോയിനൊക്കെ എപ്പിക്ക് ഐക്കോണിക്ക് അടിക്കും. പക്ഷേ ഇതങ്ങനെയല്ല. ഓക്കെ, ഡീറ്റെയിൽസും കാര്യങ്ങളും നോക്കാം. നാലാമത്തെ സ്പിന്നാണ് ഗൈസ്. ഓക്കെ, ഇത് കിട്ടുമല്ലോ എന്ന് എനിക്കറിയില്ല. നമുക്ക് എന്തായാലും നോക്കാം. ഹെർവിഗോ ഗൈസ്, 4th സ്പിന്നാണ്. കൊനാമി പ്ലീസ് ഗീവ് മീ എപ്പിക് ഗൈസ്. അതും ബേസാണ് ഗൈസ്, അതും ബേസാണ്. ഉള്ളിൽ വെള്ള കളറാണ് ഗൈസ്. ബേസ് കാർഡാണ്. യെസ് ഗൈസ്, ഇസ് ബേസ് കാർഡാണ്. സ്പാനിഷ് ലീഗാണ്. ആരാണ്? ഏതൊരുത്തനെ കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഇതെന്താണ് ഗൈസ്, കൊനാമിക്കൊരു ഇതില്ല ഗൈസ്. ബാക്കി 700 കോയിൻ എൻ്റെ കയ്യിൽ ബാക്കിയുള്ളൂ ഗൈസ്. കഷ്ടപ്പെട്ടുണ്ടാക്കിയ കോയിനാണ് ഒറ്റയടിക്ക് പോകുന്നത് ഗൈസ്. എന്തായാലും ഇനിയിപ്പോൾ 900 കോയിൻ വെച്ച് കറക്കാൻ പറ്റില്ല. 900 കോയിൻ വെച്ച് കറക്കി കഴിഞ്ഞാൽ കിട്ടുമെന്നൊരു ഉറപ്പൊന്നുമില്ല ഗൈസ്. അതുകൊണ്ടാണ് ഞാൻ കറക്കാത്തത് 900 കോയിൻ വെച്ച്. എന്തായാലും നമുക്ക് നോക്കാം. ഓക്കെ ഗൈസ്, ഇപ്പം തന്നെ 4 സ്പിന്ന് നമ്മൾ ഓൾറെഡി ചെയ്തു. 4 സ്പിന്നും ബേസ് കാർഡാണ് നമുക്ക് കിട്ടിയത്. വമ്പൻ തേപ്പാണ് കൊനാമി തന്നുകൊണ്ടിരിക്കണേ. എനിക്ക് ഒരു പ്രതീക്ഷയില്ല എപ്പിക്ക് അടിക്കുമെന്ന്. എന്തായാലും ഒരു വിശ്വാസം, അതല്ലേ എല്ലാം ഗൈസ്. എന്തായാലും നമുക്ക് കറക്കി നോക്കാം. 5ാമത്തെ സ്പിന്നാണ് ഗൈസ്, 5ാമത്തെ സ്പിന്നാണ്. എന്തായാലും കറക്കി നോക്കാം. ഓക്കെ, ഹാവേർട്സിൻ്റെ ഒക്കെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നോക്കാം നമുക്ക്. എന്തായാലും ഹാവേർട്സിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും നോക്കിയിട്ടുണ്ട്. ഓക്കെ, റോഡ്രിഗസ് ആണ്. റോഡ്രിഗസ്. ഓക്കെ, റോഡ്രിഗസ്. ഓക്കെ, കിട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര ഒരു ഉപകാരമായിരുന്നു. എൻ്റെ ടാർഗറ്റ് മാൽഡീനും പീറ്റർ ചെക്കാണ്.
മത്യൂസിനെങ്കിലും തന്നാൽ മതി എന്നാണ് എൻ്റെ പ്രാർത്ഥന. നമുക്കെന്തായാലും നോക്കാം. ഗൈസ് മാൽഡീനിയാണ്. അതുപോലെ തന്നെ പീറ്റർ ചെക്കും എങ്ങാണ് ഗൈസ്. പീറ്റർ ചെക്കാണ് വന്നേക്കുന്നത്. പീറ്റർ ചെക്കിന് കിട്ടിയാലും മതിയായിരുന്നു. മാൽഡീനിയാണ് എൻ്റെ മെയിൻ ടാർഗറ്റ്. എന്തായാലും നോക്കാം ഗൈസ്. ഒരു ഫ്യൂച്ചർ കാർഡ് പോലും കാണിക്കുന്നില്ല, ഉള്ളിലൊരു പച്ച കളർ പോലും കാണിക്കുന്നില്ല. നമുക്കെന്തായാലും നോക്കാം. ഹിയർ വി ഗോ. ഗൈസ് പീറ്റർ ചെക്ക്, ഡിഫെൻസീവ് ഗോൾ കീപ്പർ. ഓക്കെ, സേവിങ് ആണ് പുള്ളിക്ക്. ഓക്കെ, എന്തായാലും ഗൈസ് ഇതെനിക്ക് തോന്നുന്നു 5ാമത്തെ സ്പിന്നാണെന്നാണ് എനിക്ക് തോന്നണേ. അതെ ഗൈസ്, 5ാമത്തെ സ്പിന്നാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. 500 കോയിൻ ഇപ്പോൾ കണ്ണീടെ പോവാണ്. 5ാമത്തെ സ്പിന്നിൽ കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. എൻ്റെ മനസ്സ് പറയണു ഇത് മിക്കവാറും എപ്പിക്കാവാൻ ചാൻസ് ഉണ്ടെന്നാണ് എൻ്റെ മനസ്സിനെ ഞാൻ വിശ്വസിക്കുന്നു ഗൈസ്. ഓക്കെ, എന്തായാലും കറക്കി നോക്കാം ഗൈസ്. ഇതെന്താണ് വാട്സാപ്പിൽ നിന്നൊക്കെ കുറേ മെസ്സേജ് വരുന്നുണ്ട്, കുറേ ഗ്രൂപ്പുണ്ട് ഗൈസ്. അതിൻ്റെയാണ് ഈ മെസ്സേജ് വന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, മാൽഡീനി. ഓക്കെ, മാൽഡീനി 3 ടാപ്പ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മത്യൂസ് 2. പീറ്റർ ചെക്ക്. ഓക്കെ, പീറ്റർ ചെക്ക് 2 ടാപ്പ്. പീറ്റർ ചെക്ക് 3 ടാപ്പ്. കിട്ടുമോ ഗൈസ്? കിട്ടുമോ? 5ാമത്തെ സ്പിന്നാണ് ഇത്. കിട്ടിക്കഴിഞ്ഞ സീനായിരിക്കും. 5ാമത്തെ സ്പിൻ കിട്ടുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ ഗൈസ്. കൊനാമി പ്ലീസ് ഗീവ് മീ എപ്പിക്ക്. ഇത്രയും കോയിൻ പൊടിച്ചില്ലടോ, ഒരു എപ്പിക്ക് കാണിച്ചൂടെ ഗൈസ്? 5ാമത്തെ സ്പിന്നാണ് ഗൈസ്. ഇതെനിക്ക് കിട്ടുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. എന്തായാലും ക്യാൻസലൊക്കെ ചെയ്തിട്ട് കറക്കി നോക്കാം, കിട്ടുമല്ലോ നമുക്ക് നോക്കാം ഗൈസ്. ഓക്കെ, 5ാമത്തെ സ്പിന്നാണ്. ഹിയർ വി ഗോ. 5th സ്പിൻ ഗൈസ്. ഇത് എപ്പിക്കാണോ? കൊനാമി പ്ലീസ് ഗൈസ്. അതും ബേസാണ് ഗൈസ്. എടാ കൊനാമി, നീ എന്താ കോയിൻ തിന്നുന്ന ഗൈസ്? കൊനാമി കോയിൻ തിന്നാണ്. എടാ ഇംഗ്ലീഷ് ലീഗ് ഇതാരാണ്? ഗോൾ കീപ്പറാണ്. എനിക്ക് ഈ ഗോൾ കീപ്പറിനല്ല വേണ്ടേ, പീറ്റർ ചെക്കിനെ മതി. പീറ്റർ ചെക്ക് അല്ലെങ്കിൽ മാൽഡീനി. കൊനാമി, ഞാൻ പറയുന്ന വല്ലതും കേൾക്കുന്നുണ്ടാ? എത്ര കോയിനാടാ? 500 കോയിൻ പൊടിച്ചു ഗൈസ്. ഒരു തേങ്ങാക്കോല എനിക്ക് കിട്ടിയിട്ടില്ല. എന്തായാലും 6ാമത്തെ സ്പിൻ നമുക്ക് എന്തായാലും എടുക്കാം ഗൈസ്. 6th സ്പിന്നാണ്. ഓക്കെ, 6ാമത്തെ സ്പിന്നാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഗൈസ്. അതെ, 6ാമത്തെ സ്പിന്നാണ്. എന്തായാലും നമുക്ക് സ്പിന്നെടുക്കാം. ഓക്കെ, ക്യാൻസൽ. ഓക്കെ, 100 കോയിൻ നമ്മൾ സ്പിന്നെടുത്തിട്ടുണ്ട്. ഹിയർ വി ഗോ ഗൈസ്. നമുക്ക് ബാക്ക് ഇറങ്ങാം ഗൈസ്. ഇതൊക്കെ ഒരു ട്രിക്ക് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഗൈസ്. കിട്ടുമല്ലോ എന്നൊന്നും അറിയില്ല. എന്തായാലും ഓക്കെ ഗൈസ്, ഇത് കിട്ടുമോ? ഇത് എപ്പിക്കാവുമോ ഗൈസ്? നമുക്ക് എന്തായാലും ഉള്ളിലേക്ക് കയറി നോക്കാം ഗൈസ്. ഹിയർ വി ഗോ. ഓ ഗൈസ്, ഇതും ബേസ് കാർഡാണ്. എടാ കൊനാമി, നിനക്ക് എന്താ ഗൈസ്? ഇതും ബേസ് കാർഡാണ്. കഷ്ടപ്പെട്ടുണ്ടാക്കിയ കോയിനാണ്. ഏതൊരു ലീഗിലെ പ്ലേയേഴ്സിനൊക്കെ തന്നിട്ടുണ്ട് ഗൈസ് 3 സ്റ്റാർ. എന്തിനാണ് ഗൈസ്? ഇതിന് വെറും 500 കോയിനേ ബാക്കിയുള്ളൂ ഗൈസ്. എനിക്കൊരു വിശ്വാസമില്ല, ഉറപ്പില്ല ഇത് എപ്പിക്കൊന്നും അടിക്കുമെന്ന് എനിക്കൊരു വിശ്വാസമില്ല ഗൈസ്. കാരണം ഇപ്പം തന്നെ ഓൾറെഡി എൻ്റെ നിന്ന് 600 കോയിൻ എന്തോ 600 കോയിൻ 6 സ്പിൻ പോയിട്ടുണ്ട്. എന്തായാലും ഒരു തേങ്ങ എനിക്ക് കിട്ടിയിട്ടില്ല. എനിക്ക് കിട്ടുമെന്നൊരു പ്രതീക്ഷയില്ല എനിക്ക്. എന്തായാലും നമുക്ക് 7ാമത്തെ സ്പിന്നാണ്. 7ാമത്തെ സ്പിൻ എന്തായാലും എടുത്തു നോക്കാം ഗൈസ്. ഇത് എന്താണ് ഗൈസ്? കോയിനൊരു വാല്യൂ ഇല്ല ഇവന്മാരുടെ കയ്യിൽ. ആകെ 50 ക്ലബ് കോയിനാണ് നമുക്ക് തരുന്നുള്ളൂ. അതിനകത്ത് എന്നിട്ട് ഇതുപോലത്തെ കിടിലൻ പാക്കും കൊണ്ടുവരും. കറക്കിയിട്ട് കിട്ടണമില്ല, അതുമില്ല. എന്തുവാടേ? കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ കോയിനാണ് ഗൈസ്. 1000 കോയിനൊക്കെ ഉണ്ടാക്കാൻ കുറേ കഷ്ടപ്പാടുണ്ട്. ഇപ്പോൾ പെസ്സിലൊക്കെ ആയിരുന്നെങ്കിൽ അത്രയ്ക്കും കഷ്ടപ്പാടില്ല എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇഷ്ടം പോലെ കോയിനായിരുന്നു പെസ്സിൽ നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. പക്ഷേ ഈ ഫുട്ബോളിലേക്ക് വന്നപ്പോൾ അത് വെറും 50 ക്ലബ് കോയിൻ മാത്രമേ കിട്ടുന്നുള്ളൂ. കഷ്ടപ്പെട്ടാണ് ഈ 1000 കോയിൻ ഉണ്ടാക്കിയത്. എന്നിട്ട് ഒരു തേങ്ങ പോലും ഇവന്മാർ നമുക്ക് തരുന്നില്ല എന്നുള്ളതാണ് ഗൈസ്. അപ്പോൾ എന്നെപ്പോലെ ഇങ്ങനെ കറക്കി പണി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ കമൻറ്റ് ചെയ്യുക ഗൈസ്.
ഗൈസ് 500 കോയിൻ ഞാൻ ബാക്കി വെക്കാമെന്ന് വെച്ചാണ് ഇരുന്നത്. പക്ഷേ എൻ്റെ മനസ്സ് പറയുന്നില്ല. ഞാൻ എന്തായാലും സ്പിൻ എടുക്കാണ്. കോയിൻ ഫുള്ളും പോട്ടെ ഗൈസ്, കോയിൻ ഫുള്ളും പോട്ടെ. കോയിൻ കൊണ്ടുപോയി തിന്നട്ടെ ഗൈസ്, ഇവന്മാർ കോയിൻ കൊണ്ടുപോയി തിന്നട്ടെ, അത്ര എനിക്ക് പറയാനുള്ളൂ. കിട്ടുമെന്ന് എനിക്ക് ഒരു ഉറപ്പില്ല. ഞാൻ എന്തായാലും ഇനി 500 കോയിനും കൂടി ഉണ്ട്. 500 കോയിൻ കൂടി എന്തായാലും ഞാൻ സ്പിൻ എടുക്കുകയാണ്. കിട്ടിയാലും കിട്ടിയില്ലെങ്കിൽ ഞാൻ സ്പിൻ എടുക്കുകയാണ് ഗൈസ്. എനിക്കറിയില്ല ഇതെന്താവുമെന്ന്. കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ കോയിനാണ്. കൊനാമി കോയിനെ കൊണ്ടുപോയി തിന്നിട്ട് ഗൈസ്, അല്ലാണ്ട് ഞാൻ എന്ത് പറയാനാണ്. ഇപ്പം തന്നെ 7 സ്പിന്നായി, ഒരു തേങ്ങ എനിക്ക് കിട്ടിയിട്ടില്ല. എനിക്ക് തോന്നുന്നു പ്രീമിയം പാക്ക് എടുക്കണ തന്നെയാണ് ഗൈസ് ബെറ്റർ. അതാവുമ്പോൾ എന്തായാലും നമുക്കൊരു എപ്പിക് പ്ലെയറിന് ഷൂറായിട്ടും കിട്ടും. പിന്നെ അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഫ്യൂച്ചർ പ്ലേയേഴ്സിനും കിട്ടും ഗൈസ്. അതായിരിക്കും ബെറ്റർ എന്നാണ് എനിക്ക് തോന്നണത്. അതായിരിക്കും ബെറ്റർ ഗൈസ്. പിന്നെ ഞാൻ ഈ പാക്ക് കറക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ ഗൈസ് കിഡിലും കാർഡ്സാണ് വന്നേക്കുന്നത്. പീറ്റർ ചെക്ക് ആയാലും മാൽഡീനി ആയാലും പിന്നെ മത്യൂസിൻ്റെ പ്ലേയിങ് സ്റ്റൈൽ മാത്രമാണ് കുറച്ചൊരു ടഫായി തോന്നിയുള്ളൂ. ബാക്കിയെല്ലാം സെറ്റാണ് മത്യൂസ്. ഓക്കെ, മാൽഡീനിനൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ വിഷയമായിരിക്കും ഗൈസ്. അപ്പോൾ മാൽഡീനിനൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക ഗൈസ്. അപ്പോൾ എന്തായാലും നമുക്ക് സ്പിൻ എടുക്കാം. 8ാമത്തെ സ്പിന്നാണെന്നാണ് എനിക്ക് തോന്നണത്. അതെ ഗൈസ്, 8ാമത്തെ സ്പിന്നാണ്. ഇതിനകത്തെങ്കിലും കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയിൽ കറക്കി നോക്കാം. ഓക്കെ, 100 നമ്മൾ സ്പിൻ എടുത്തിട്ടുണ്ട്. 8ാമത്തെ സ്പിന്നാണ് ഗൈസ്. കൊനാമി പ്ലീസ് ഗീവ് മീ എപ്പിക്. ഓ ഗൈസ്, മേളിൽ കളറൊക്കെ മാറുന്നുണ്ട്. എടാ ഇത് മറ്റേ കളറാടാ, ഇത് എപ്പിക്കിൻ്റെ കളറല്ല. ഉള്ളിൽ ചെല്ലുമ്പോൾ കളർ മാറും. ലെറ്റ്സ് ഗോ. ഇല്ല ഗൈസ്, ഇതും ബേസ് കാർഡാണ്. ബയൺ മ്യൂണിക്കിൻ്റെ ഏതോ പ്ലെയറിനെ കിട്ടിയിട്ടുണ്ട്. ചോപ്പോ മോട്ടിങ്. എന്തിനാ എനിക്ക് വേണ്ട. കൊനാമി പ്ലീസ്, എനിക്ക് എപ്പിക്ക് മതി. എന്തിനാണ് എനിക്ക് ഇവരൊക്കെ തരുന്നത്? ഞാൻ മേളിൽ കളറൊക്കെ മാറിയപ്പോൾ ഞാൻ വിചാരിച്ചു എപ്പിക്കായിരിക്കുന്നു. എവിടെ എപ്പിക്ക് കിട്ടാനാണ് ഗൈസ്. ഗൈസ് ഇനി 400 കോയിനാണ് ഗൈസ് ബാക്കിയുള്ളൂ. 9ാമത്തെ സ്പിന്നാണ് ഗൈസ്. കൊനാമി പ്ലീസ് ഗീവ് മീ എപ്പിക്ക്. എത്ര കോയിനാണ് അങ്ങോട്ട് തന്നത്? 800 കോയിൻ അങ്ങോട്ട് ഞാൻ തന്നിട്ടുണ്ട്. ഇപ്പോൾ ഇത് 9ാമത്തെ സ്പിന്നാണ്. 9ാമത്തെ സ്പിൻ. 9ാമത്തെ സ്പിന്നാണെന്നാണ് ഗൈസ് എനിക്ക് തോന്നണേ. അല്ലേ, 9ാമത്തെ സ്പിന്നാണെന്നാണ് എനിക്ക് തോന്നണേ. ഓക്കെ, എത്ര സ്പിന്നായി? 9ാമത്തെ സ്പിന്നാണെന്നാണ് എനിക്ക് തോന്നണത്. 9ആണോ 8ആണോ? എന്തായാലും നോക്കാം. 9ആണെന്നാണ് എനിക്ക് തോന്നണത് ഗൈസ്. ഓക്കെ, കൊനാമി പ്ലീസ് ഗീവ് മീ എപ്പിക്ക്. അവിടെ ഒരു എപ്പിക്കെങ്കിലും തന്നാൽ മതി. ഇനിയിപ്പോൾ ടാർഗറ്റ് വെച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല ഗൈസ്. ടാർഗറ്റ് മാൾഡീനും പീറ്റർ ചെക്കും ആയിരുന്നു. ഒരു എപ്പിക്ക് മത്യൂസിനെങ്കിലും തന്നാൽ മതി. കാരണം ഇത്രയും കോയിൻ തരുന്നതല്ലേ. കൊനാമി പ്ലീസ് ഗീവ് മീ എപ്പിക്. നമുക്കെന്തായാലും നോക്കാം കൊനാമി എപ്പിക്ക് തരുമോ ഇല്ലയോ എന്ന്. നമുക്കെന്തായാലും നോക്കാം ഗൈസ്. ഓക്കെ, കൊനാമി പ്ലീസ് ഗീവ് മീ എപ്പിക്. 9ാമത്തെ സ്പിന്നാണെന്നാണ് എനിക്ക് തോന്നണേ. എന്തായാലും നമുക്ക് സ്പിൻ എടുക്കാം. ഓക്കെ, മാൽഡീനി 2 ടാപ്പ്. ഓക്കെ, മാൽഡീനി 3 ടാപ്പ്. ഓക്കെ, പീറ്റർ ചെക്ക് 1 ടാപ്പ്. പീറ്റർ ചെക്ക് 2 ടാപ്പ്. പീറ്റർ ചെക്ക് 3 ടാപ്പ്. ഓക്കെ, മത്യൂസ് 1 ടാപ്പ്. മത്യൂസ് 2 ടാപ്പ്. മത്യൂസ് 3 ടാപ്പ്. ഓക്കെ, നമുക്കെന്തായാലും ഇത് 9ാമത്തെ സ്പിന്നാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും നമുക്ക് ഹെർവിഗോ 9ാമത്തെ സ്പിൻ നമ്മൾ എടുത്തിട്ടുണ്ട് ഗൈസ്. ബാക്ക് അടിക്കാം. ഓക്കെ, ബാക്ക് അടിച്ചിട്ടുണ്ട് ഗൈസ്. ഇത് എപ്പിക്കാവുമോ ഗൈസ്? എടാ അതും ബേസ് കാർഡറാ, ഉള്ളിൽ വെള്ള കളറാണ് ഗൈസ്. ഇതെന്താണ് ഗൈസ്? കൊനാമി എന്താണ് ഉദ്ദേശിക്കണേ? ഇംഗ്ലീഷ് ലീഗിലെ പ്ലെയറാണ്. 7ാം നമ്പർ വില്യംസ്. എനിക്ക് വേണ്ട കൊനാമി, എനിക്ക് എപ്പിക്ക് മതിയിടോ. എന്തെന്നാണിത് ഗൈസ്? നമ്മളിപ്പോൾ ചെയ്ത് 8ാമത്തെ സ്പിൻ എന്തോ ആയിരുന്നു. ഇത് 9ാമത്തെ സ്പിന്നാണ് ഗൈസ്. ഇതാണ് 9ാമത്തെ സ്പിന്ന്. ഓക്കെ, എന്തായാലും നമുക്ക് ക്യാൻസലും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് കറക്കി നോക്കാം. ഓക്കെ, ഹിയർ വി ഗോ ഗൈസ്. കിട്ടുമോ?
എപ്പിക്ക് അടിക്കുമോ ഗൈസ്? നമുക്ക് എന്തായാലും നോക്കാം ഗൈസ്, എപ്പിക്ക് അടിക്കുമോ ഇല്ലയോ എന്നൊക്കെ എന്തായാലും നോക്കാം. കിട്ടുമെന്ന് എനിക്ക് ഒരു പ്രതീക്ഷയില്ല ഗൈസ്. ഇപ്പം തന്നെ 800 കോയിനെങ്ങാണ്ട് എൻ്റെ നിന്ന് പൊടിഞ്ഞു. ഇത് 9ാമത്തെ സ്പിന്നാണ്. എത്ര കോയിനാടാ കൊടുക്കേണ്ടത് ഈ ഒരു പ്ലെയറിനെ കിട്ടാൻ? ഓക്കെ, നമ്മളെന്തായാലും സ്പിന്നെടുക്കാൻ പോവാണ് ഗൈസ്. ഓക്കെ, ഹിയർ വി ഗോ. 9ാമത്തെ സ്പിന്നാണെന്നാണ് എനിക്ക് തോന്നണേ. 9ാമത്തെ സ്പിന്നാണെന്ന് എനിക്ക് തോന്നുന്നു ഗൈസ്. എന്തായാലും നമുക്ക് സ്പിന്നെടുക്കാം. ഹിയർ വി ഗോ. 9th സ്പിന്നാണ്. എപ്പിക് ഗൈസ്. അതും ബേസ് കാർഡാണ് ഗൈസ്. എടാ കൊനാമി, നീ എന്താടാ ഉദ്ദേശിക്കുന്നത് ഗൈസ്? അതും ബേസ് കാർഡാണ്. ഇറ്റാലിയൻ ലീഗിലെ ഏതോ പ്ലെയറാണ് ഗൈസ്. 99ാം നമ്പർ. ഇതാരാണ്? 4 സ്റ്റാർ ആണ് ഗൈസ്. 9 സ്പിന്ന് നമ്മൾ ചെയ്തു. 9 സ്പിന്ന് നമ്മൾ തേഞ്ഞ് ഒട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്തായാലും 10ാമത്തെ സ്പിന്ന് എടുക്കാം ഗൈസ്. 1000 കോയിനാണ് എൻ്റെ കയ്യിൽ ഇപ്പോൾ പോകാൻ പോകുന്നത് ഗൈസ്. ഇതെന്താണ് ഈ സംഭവിക്കുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരു എപ്പിക് പ്ലെയറിനെ കിട്ടാൻ ഇത്രയ്ക്കും പാടാണ് ഗൈസ്. ഇതിനേക്കാളും നല്ലത് പ്രീമിയം പാക്ക് തന്നെയാണ് ഗൈസ്. ഇത്രയ്ക്കും നല്ല കാർഡ് വന്നുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ സ്പിന്നെടുത്തത്. അല്ലെങ്കിൽ ഞാൻ ഒരിക്കലും സ്പിന്നെടുക്കുന്നുണ്ടായില്ല. എന്തായാലും നമുക്ക് നോക്കാം ആരെ കിട്ടുമെന്ന് നോക്കാം. എന്തായാലും ആരെ കിട്ടാനാണ് ഗൈസ്. ഇനിയിപ്പോൾ എന്തായാലും 200 കോയിനുള്ളൂ. ബേസ് കാർഡിന് തന്നെ ഇവന്മാർ തന്നുകൊണ്ടിരിക്കും, അതെനിക്ക് എന്തായാലും ഉറപ്പാണ്. 10ാമത്തെ സ്പിന്നാണിത്. കൊനാമി പ്ലീസ് ഗീവ് മീ എപ്പിക്. 10ാമത്തെ സ്പിന്നാണ് ഗൈസ്. ഇത് എത്ര കോയിൻ ഇവന്മാർ എൻ്റെ നിന്ന് എടുത്തത്? 9 കോയിൻ എടുത്തു. 900 കോയിൻ എടുത്തു. ഓക്കെ, ഹിയർ വി ഗോ. നമ്മൾ 10ാമത്തെ സ്പിൻ കൊടുത്തിട്ടുണ്ട്. കൊനാമി. ഓ ഗൈസ്, എപ്പിക് ഗൈസ്. എപ്പിക് അടിച്ചു. ഫൈനലി എപ്പിക് ഗൈസ്. ഫൈനലി എപ്പിക്. ഇത് ആരാന്ന് നോക്കാം. എന്തായാലും എപ്പിക്കാണ് ഗൈസ്. നമ്പർ 7 മാൽഡീനി. ലെറ്റ്സ് ഗോ ഗൈസ്, ലെറ്റ്സ് ഗോ ഗൈസ്. ഫൈനലി നമുക്ക് എപ്പിക്ക് അടിച്ചിട്ടുണ്ട് ഗൈസ്. 1000 കോയിൻ നമ്മൾ പൊടിച്ചു. 1100 കോയിൻ ഉണ്ടായിരുന്നു. 10ാമത്തെ സ്പിന്നിലാണ് നമുക്ക് എപ്പിക്ക് അടിച്ചത് ഗൈസ്. 1000 കോയിൻ നമ്മുടെ കയ്യിൽ നിന്ന് ഓൾറെഡി പൊടിഞ്ഞിട്ടുണ്ട്. എന്തായാലും എപ്പിക്ക് അടിച്ചു. മാൽഡിനിനെ കിട്ടിയിട്ടുണ്ട്. 10ാമത്തെ സ്പിന്നിലാണ് നമുക്ക് മാൽഡിനിനെ കിട്ടിയത്. ഓ ഗൈസ്, ഇനി ഒരു 100 കോയിൻ എൻ്റെ ബാക്കി ഉണ്ട് ഗൈസ്. ഓക്കെ, താങ്ക് യു കൊനാമി ഗൈസ്. എപ്പിക്ക് അടിക്കില്ല എന്നാണ് ഞാൻ വിചാരിച്ചത്, പക്ഷേ 10ാമത്തെ സ്പിന്നിലാണ് എനിക്ക് എപ്പിക്ക് അടിച്ചത്. 1000 കോയിൻ പോയിട്ടുണ്ട് ഗൈസ്. ഓക്കെ, ബൈ ഗൈസ്.